വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ പുറത്തൊരു നഴ്സറി ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശരിയായിട്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണിപ്പോൾ വന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു മാവുണ്ട്. ആ മാവിലാണെങ്കിൽ ഒരു നല്ലൊരു മാങ്ങ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വാപ്പച്ചേർക്ക് അതൊന്ന് കാണിച്ചു. അപ്പോൾ വാപ്പച്ചാണെങ്കിൽ എനിക്ക് പറിച്ചു തന്നായിരുന്നു. ഈ മാങ്ങയാണെങ്കിൽ പച്ചയ്ക്ക് കഴിക്കാനും പുളിപ്പൊന്നും ഇല്ല കേട്ടോ. നല്ല മാവാണ്, നല്ല മാങ്ങയാണ്. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണ് കേട്ടോ. നല്ല മാങ്ങയാണ് കേട്ടോ. എൻ്റെ വലിപ്പം നോക്കും. ഒരു മാങ്ങ വന്നിട്ട് ഏകദേശം 750 മുതൽ 1 കിലോ അടുപ്പിച്ച് വെയിറ്റ് വരും. എന്താ പിന്നെ ഈ മാങ്ങവിൻ്റെ പേരെന്തെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് എന്തായാലും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മാവാണ്. ഏകദേശം 10-15 വർഷം പഴക്കമുള്ള മാവാണ്. നിറയെ മാങ്ങ പിടിക്കും. ഇപ്പോഴായിട്ടാണ് ഞാനൊന്ന് പിന്നെ ബുഷ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. 2-3 കമ്പുകളൊക്കെ വെട്ടി. ഇനി എന്തായാലും അടുത്ത മഴയ്ക്ക് മുമ്പായിട്ട് ഒന്ന് ഇതാക്കണം. ആ മാങ്ങയുടെ ഒരു വലിപ്പം നോക്കുക. തിരിച്ചു പിടിക്കും. അവളെ തലയുടെ അത്ര ഉണ്ട് ആ മാങ്ങ. എന്തായാലും സൂപ്പർ മാങ്ങ. ഇത് വിളഞ്ഞു വരുമ്പോഴത്തേക്കും അടിഭാഗത്ത് ഉണ്ട പോലെ വരും. അടിഭാഗം കാണിക്കണ്ട, അത് നല്ല ഉണ്ടയായിട്ട് വരും. സൂപ്പർ മാങ്ങയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാങ്ങയുടെ മാവിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പണ്ട് വെച്ചതാണ്, കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇപ്പം ഒരുപാട് ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ തുടർ വീഡിയോകളായിട്ട് ചെയ്യാം. എന്തായാലും അതൊന്ന് സെറ്റായിക്കോട്ടെ, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി. ബൈ ബൈ.